ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. ഇവിടെയും സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് ഇന്നലെ പറഞ്ഞില്ലേ. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടിയും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയതായിട്ട് ഒരുപാട് കൂട്ടുകാർ നമ്മളെ ചാനലിലും വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ചേച്ചീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് 2 ബസ്സിന് വന്നിട്ട് പിന്നെ ഓട്ടോയ്ക്ക് വന്നു. അത് കഴിഞ്ഞതാ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ അപ്പുറത്തുനിന്ന് ചെറിയമ്മ അങ്ങനെ വിളിക്കുകയായിരുന്നു കേട്ടോ, ഞങ്ങൾ എങ്ങനെയാണ് വന്നത് എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഓരോ മകൻ്റെ കുട്ടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റ് നേരം അവിടെ വർത്താനം പറഞ്ഞു നിന്നു. അത് കഴിഞ്ഞതാ ഇവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്ദു അപ്പോഴേക്കും ഇവിടെ എത്തിയിട്ട് ഷൂ ഒക്കെ ഊരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ചേച്ചി ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാക്കണ അകത്തേക്ക് കയറി. അപ്പോൾ അകത്തേക്ക് കയറുന്നതിന് മുന്നേ അപ്പുറത്തേക്കൊക്കെ ഒന്ന് പാളി വെക്കിട്ടോ. അപ്പോൾ ഇവിടെ ഒരു പണിക്കാരുണ്ട്. മുറ്റത്തൊക്കെ നിറച്ച് പുല്ലായിരുന്നേ. അപ്പോൾ ആ പുല്ലൊക്കെ ചെത്തിക്കളയാൻ വേണ്ടിയിട്ട് ഇന്നൊരാളെ ആക്കിയിരുന്നു. അപ്പോൾ ഇവിടെ പാടത്തിൻ്റെ സൈഡ് ആവുകൊണ്ട് പാടല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പുല്ലുണ്ടാവും. അപ്പോൾ അത് നമ്മളെത്ര പറിച്ചാലും വേഗം ആവും. അപ്പോൾ അതാ അകത്തേക്ക് കയറി നമ്മളെ പാറുവിൻ്റെ അടുത്തേക്കാണ് ആദ്യം തന്നെ പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബേക്കറി വാങ്ങിയിരുന്നു. അപ്പോൾ അതാണ് അമ്മായിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തത്. ഇങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അപ്പോൾ അമ്മ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് ഗുളിയൊക്കെ കുടിച്ച് അങ്ങനെ കിടക്കും. അപ്പോഴല്ലേ ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഒരു 5 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ പാറു ഇതാ അവിടെ പായലാണ് കിടക്കുന്നത്. അപ്പോൾ ഓളെ കാണാൻ എനിക്ക് ഭയങ്കര പൂതിയായിരുന്നു കേട്ടോ. നമ്മളെ കുട്ടികൾ വലിയ കുട്ടികളായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണാൻ ഭയങ്കര പൂതിയല്ലേ. അപ്പോൾ അമ്മ പോകുന്ന അന്ന് ഞാനും പോരാൻ വേണ്ടി നിന്നതാണ്. അപ്പോഴാണ് കണ്ണന് പനിച്ചത്. അപ്പോൾ പിന്നെ അമ്മ ഒറ്റയ്ക്ക് പോകുന്നു. മറ്റേത് ഞാൻ കണ്ടിട്ട് എനിക്കും കടന്നെ പോരാ, അമ്മയ്ക്ക് അവിടെ നിൽക്കുകയും ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ആയിരുന്നു. പക്ഷേ എങ്കിൽ അത് നടന്നില്ല. അപ്പോൾ ചേച്ചീൻ്റെ നീണ്ട വർത്താനാണ് ഫോൺ ചെയ്യൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങനെയാണെങ്കിലോ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നിട്ട് വെക്കാനും പറ്റൂല, അങ്ങനെ ഇങ്ങോട്ട് കുടുങ്ങുമല്ലോ നമ്മൾ. അപ്പോൾ ഞങ്ങൾ ഏതായാലും പാറുവിനോട് ഓരോ വർത്താനങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഓള് സത്യത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കിടക്കല്ലേ. ഓള് പൊട്ടിത്തെറിച്ചിട്ടൊരു സാധനമാണ് കേട്ടോ. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ആള് എന്താ പറയുക, എപ്പോഴും അങ്ങനെയാണ് ചാടിക്കളിയായിട്ട് അങ്ങനെ നടക്കുന്ന ആളാണ്. ഇപ്പം അങ്ങനെ അടങ്ങി 2-3-4 ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു മടുപ്പും ചടപ്പൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി അങ്ങനെ ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓളെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ ഇതാക്കുന്ന വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മേനോടൊക്കെ നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്കൊന്നും വരാൻ പറ്റൂല. അതുകൊണ്ട് അമ്മ ഇതാക്കണേ എൻ്റെ അടുത്ത് കൊടുത്തയച്ചതാണ് കേട്ടോ. കാടമുട്ടയും ബൂസ്റ്റുമാണ് അവിടെ നിന്ന് തന്നയച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ കഴിക്കാൻ പറ്റണതും ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കാടമുട്ടയും ബൂസ്റ്റും കൂടിയാണ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വാങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ, മാല വാങ്ങി. പിന്നെ അവൾക്ക് ഡ്രസ്സും ഫാൻസി സാധനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ തിന്നാനുള്ളതൊക്കെ അമ്മ പോന്നപ്പോൾ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഓരോ സാധനങ്ങളും മോക്ക് അങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ചേച്ചി ചോദിക്കൊന്നുമില്ലേന്ന് ചോദിച്ചപ്പോൾ ഓൾക്ക് മുരിങ്ങേൻ്റെ ഇലയും വെണ്ടയ്ക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്നതൊക്കെ കൂട്ടുകാർ കണ്ടതല്ലേ. അപ്പോൾ അതൊക്കെ കൊടുത്തുട്ടോ. ഇവിടെ മുരിങ്ങേൻ്റെ ഇല ഓൾക്ക് കുറവാണ്. എന്നാൽ കിട്ടുമോച്ചാൽ കിട്ടും, എന്നാലും വളരെ കുറവാണ്. നമ്മളവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പം മിക്കവാറും ഒരു വരുമ്പോഴായാലും മുരിങ്ങേൻ്റെ ഇല കൊടുത്തയക്കലുണ്ട് കേട്ടോ. അപ്പം ഞാൻ വട്ടുവാടയൊക്കെ പാറുവിനൊന്ന് കാട്ടി കൊടുത്തു. അളവില്ലാതെ അടുപ്പിച്ചതാണ് കേട്ടോ. അപ്പം ഇനി അതൊക്കെ ഇട്ട് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ഉള്ള ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു. ഒരു ഏകദേശ രൂപത്തിൽ അങ്ങനെ അടുപ്പിച്ചതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തയ്ച്ചു തന്നതല്ലേ. അപ്പോൾ അതിൻ്റെ അവസ്ഥയൊന്നും അറിയില്ല, ഇട്ട് നോക്കിക്കണം. അപ്പോൾ ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഏട്ടൻ കേട്ടോ പോയതായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ കണ്ണനാണ് ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളെവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ സത്യത്തിൽ എന്താ പറയുക, അതവിടെ മറക്കും. പക്ഷേ മക്കളോട് ഇങ്ങനെ പറയും കേട്ടോ. ഓർമ്മ ഉള്ളപ്പോഴൊക്കെ മക്കളോട് അങ്ങനെ പറയും. അപ്പോൾ കറക്റ്റായിട്ട് എപ്പോഴൊന്നും വീഡിയോ എടുക്കാനും പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളാരും ചായ കുടിച്ചിട്ടൊന്നുമില്ല. അച്ഛനവിടെ ചായ വേണമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഉച്ച കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായ കുടിക്കണതല്ലേ, ഒരു ഗ്ലാസ് കുടിക്കണതല്ലേ. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് പോകുന്നപ്പോൾ അത് കുടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ 3:30 ബസ്സിന് പോകുന്നില്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് വേണ്ടേനും. അപ്പോൾ അവിടെ വന്നേക്കുന്ന ആ ചേച്ചി പൂളയും മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഉച്ചത്തേക്ക് ഉണ്ടാക്കിയതാണ് പൂളയും മീൻകറിയൊക്കെ. അപ്പോൾ ഞങ്ങൾ വരൂലേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 ഗസ്റ്റുകൾ അവർക്ക് അറിയാതെ വന്നു. അപ്പോൾ ഒരുക്കും കൊടുത്തു. അപ്പോൾ സംഭവം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അവിടെ ഉണ്ടാക്കാണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് കുറേശ്ശെ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും കൂടിയും തരികയാണ്.
അച്ഛനും മക്കൾക്കായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂള. എല്ലാവർക്കും നല്ല ഇഷ്ടം തന്നെയാണ്. എനിക്ക് പിന്നെ ഇതിനൊരു ഇഷ്ടമാണ്, പേടിയാണ്. പെട്ടെന്ന് ഗ്യാസ് കയറാൻ സാധ്യതയുള്ളതുകൊണ്ട് ഭയങ്കര പേടിയാണ്. വീട്ടിലുണ്ടാക്കുമ്പോൾ അതിന് കുറച്ചേ തിന്നുള്ളൂ കേട്ടോ. ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചീത്ത പറയുള്ളൂ, അച്ഛയൊക്കെ ചീത്ത പറയും, പിന്നെ തീരെ തിന്നാൻ പറ്റൂല അറിയും. അപ്പം ഇന്ന് ഇവിടെ വന്നപ്പോൾ സത്യത്തിൽ ഭയങ്കര പൂതി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് തിന്നണേന് മുന്നേ ആദ്യം ഒരു ഗ്യാസിൻ്റെ ഗുളിക കുടിച്ചിട്ടാണ് തിന്നായിരുന്നത്. എന്താ വെച്ചാൽ ഗുളിക കുടിക്കുന്നതിൻ്റെ മുന്നേ തിന്നിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. എനിക്ക് എപ്പോൾ പൂള കഴിച്ചിട്ടുണ്ടെങ്കിലും പണി കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ പൂള എന്ന് പറയരുതെന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട്, കപ്പ എന്നാണ് പറയുക എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു നാടൻ ഭാഷയിൽ പൂള എന്നങ്ങനെ പറഞ്ഞ് ശീലിച്ചു. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നാവുമ്മൽ അതന്നെ വരുന്നത് കേട്ടോ. ആരും വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞതാ, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ പുല്ലൊക്കെ ചെത്താൻ ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അയാൾ പോയിട്ടുണ്ട്. അയാൾ പോയ സ്ഥിതിക്ക് ഇനി മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് അമ്മയും ചേച്ചിയും ഒക്കെ അടിച്ചു വാരുന്നുണ്ട്. ഏട്ടൻ്റെ അമ്മയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അടിച്ചു വാരുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ഞങ്ങൾ വേഗം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയാണ്. വൈകുന്നേരം ആവാനായിട്ടുണ്ട് സമയം. അപ്പോൾ ഏട്ടനെ ഇതാക്കണേ ഇവിടെ പണി കൈപ്പയ്ക്ക് പന്തലിട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത് ഇങ്ങനെ വെറുതെ നമ്മൾ കുരു ഇട്ടിട്ടുണ്ടെങ്കിൽ പടുവോ മുളയ്ക്കാന്ന് അറിയില്ല, അങ്ങനെ മുളച്ചതായിരുന്നു. പക്ഷെ അത് അമ്മ നല്ലൊരു സ്ഥലത്തേക്ക് കുഴിച്ചിട്ട് ഇന്നാളൊരു ദിവസം വിരുന്ന് വന്നപ്പോൾ അങ്ങനെ കുഴിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം അതങ്ങനെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളവിടുത്തെ ആ ഒരു കയ്പയല്ലത്, ഇത് വേറൊരു കയ്പയാണ് കേട്ടോ. നീണ്ടിട്ട് കുറച്ചും കൂടി ഒരു പച്ചപ്പ് കൂടുതലാണ്. പക്ഷെ ഇതിനൊരു കയ്പും കൂടുതലുള്ള കയ്പയാണ്. പക്ഷെ ചേച്ചി പറയുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു കയ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും. അപ്പം അത് ഒന്നോ രണ്ടെണ്ണമൊക്കെ ഒരു പറിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇതുമ്പോൾ ഒന്നും കൂടി ആവാണ്ട്. അപ്പം ഏട്ടന് അതിനൊരു പന്തലൊക്കെ റെഡിയാക്കി കൊടുക്കണം. അപ്പം ഈ വല അങ്ങനെ കെട്ടി കൊടുത്താൽ വേഗം ഉണ്ടല്ലോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് പുറത്തു കൂടെയുള്ള പണികളൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ അകത്തേക്ക് കയറി. അപ്പം ഇവിടെ ചർച്ച നടക്കുന്നത് നാളത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ചർച്ചകളും കാര്യങ്ങളും, നാളെ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പം നാളെ ഞങ്ങൾ ആദ്യം സദ്യ ഉണ്ടാക്കണം എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം സദ്യ ഇപ്പോൾ കഴിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ഓണം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ. അപ്പം ഇനി അതിന് നമ്മൾ നേരത്തെ നീച്ച് ഉറക്കൊഴിച്ച് ഒരുപാട് പണിയെടുക്കണം. പിന്നെ ആർക്കും വലിയൊരു പൂതിയൊന്നും സദ്യക്കില്ല. അപ്പം ഞങ്ങൾ നെയ്ച്ചോറും കടായി ചിക്കനും ഉണ്ടാക്കാമെന്നൊക്കെ അങ്ങനെ പറയുമായിരുന്നു. ഇനിയിപ്പോൾ പായസം വേണമെങ്കിൽ ഉണ്ടാക്കാമെന്നൊക്കെ ചേച്ചി പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ വേണ്ടാച്ചു കേട്ടോ. അങ്ങനെ ലിസ്റ്റൊക്കെ ഏട്ടനെ എഴുതി കൊടുത്തു. ഏട്ടനെ അങ്ങനെ അങ്ങാടിക്ക് പോയതാണ് സാധനം വാങ്ങാൻ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞല്ലോ കുറച്ച് പൂള ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പൂളയും കൂടി ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് പറക്കിനുണ്ട്. അപ്പോൾ അവിടുന്ന് പറിച്ചതാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള പൂളയാണ്. അപ്പോൾ അത് തിളച്ചാൽ മതി വേവാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് ഞങ്ങൾ പുഴുങ്ങിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് നന്നാക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൂള വാങ്ങിയത് ഓല തൊട്ടുമ്മറത്ത് തന്നെ പാടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ കൃഷി ചെയ്യണേ കേട്ടോ. ഇത് ഓരോ അയൽവാസിയാണ്. അപ്പോൾ അയാളതാണ്. അപ്പോൾ ഇത് വാങ്ങണ സമയത്ത് ഏറ്റെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിങ്ങനെ കൃഷി ചെയ്തിട്ട് വേറൊരാൾ വന്ന് എടുക്കുമല്ലോ കച്ചവടത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ എടുത്ത കാക്കയാണ് കേട്ടോ ഈ താടിയൊക്കെ വെച്ചിട്ടുള്ള ആള്. അപ്പോൾ ഇയാളെ പൂള കച്ചവടം എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ നാട്ടുകാർക്കൊക്കെ അറിയണവർക്കൊക്കെ അറിയാം കേട്ടോ. ഇവിടെ ചന്തക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇയാൾ കച്ചവടം ചെയ്യണത്. ഇയാളിങ്ങനെ വാങ്ങിക്കൊണ്ടുപോയി ഇവിടെ നിന്ന് തൂക്കി ഒക്കെ റെഡിയാക്കി വാങ്ങിക്കൊണ്ടുപോകും. അതിനുശേഷം അവിടെ അങ്ങാടിയിൽ കൊണ്ടുപോയി കൂട്ടി വയ്ക്കും. എന്നിട്ട് നമുക്ക് വേണ്ടവർ ചെന്നിട്ട് നമ്മൾ തന്നെ തൂക്കുക, നമ്മൾ തന്നെ പൈസ അവിടെ വയ്ക്കുക, നമ്മൾ തന്നെ കവറിലാക്കിയിട്ട് വരിക. അങ്ങനെയാണ്. അല്ലാതെ നമുക്ക് അവിടെ എടുത്ത് തരാനും പൈസ വാങ്ങാനും ഒന്നും ആരും ഉണ്ടാവില്ല കേട്ടോ. അത് എന്താ പറയുക, മനുഷ്യൻ്റെ ഒരു വിശ്വാസമായിരിക്കും നമ്മളാരും പറ്റിക്കൂല എന്നുള്ളത്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി. ഞാൻ കുറേ മുന്നേ അത് കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ എന്നാലും ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല കേട്ടോ. ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷേ മനുഷ്യരിലുള്ള മനുഷ്യൻ്റെ ഒരു വിശ്വാസമാണല്ലോ. അപ്പം അങ്ങനെ ഇയാൾ ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇയാളെ കച്ചവടം എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ വീണ്ടും വീണ്ടും അതിങ്ങനെ ചോദിക്കുമായിരുന്നു ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ അങ്ങനെ തന്നെയാണ്. അപ്പോൾ പഴയ പൂള ഇപ്പോൾ ഇന്നത്തെ ചിലവായിട്ടില്ലെങ്കിൽ അതവിടെ ഉണ്ടാവും. നാളെ അയാൾ വീണ്ടും അവിടെ കൊണ്ടുപോയിടും. പക്ഷേ എങ്കിൽ ആ പഴയതുള്ളൂ ആൾക്കാർ തൂക്കിയെടുക്കുക, പുതിയത് അവിടെ വെക്കും. അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ആരും പറ്റിക്കണില്ല തോന്നണ്. അപ്പോൾ പൈസയൊക്കെ നമ്മൾ ബാക്കിയൊക്കെ തരാണ്ടെങ്കിൽ അവിടെ പെട്ടിന്ന് നമ്മൾ തന്നെ എടുക്കുക, അവിടെ കൊടുക്കാനുള്ള നമ്മൾ അതിൽ വെച്ച് പോവുക, പിന്നെ അയാൾ വന്നിട്ട് അതെടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ അയാളെയും അയാൾ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ പൂളയൊക്കെ നന്നാക്കിയിട്ട് ഇവിടെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഇത് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ചേച്ചി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നാളികേരവും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരച്ച് അങ്ങനെയാണ് വെച്ചത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വെച്ചാൽ. അപ്പം ഇനി എന്തായാലും എളുപ്പത്തിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് കാടമുട്ട അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാറുവിന് കൊടുക്കാൻ കൊണ്ടുവന്നതാണ്. ഇപ്പം മക്കളെല്ലാവരും ഉണ്ടാവുകൊണ്ട് ഓർക്കും കൊടുക്കാറിഞ്ഞിട്ട് എല്ലാവർക്കും കൂടി അങ്ങനെ കണക്കാക്കി പുഴുങ്ങി വെച്ചിട്ടുണ്ട് അമ്മ. അപ്പോൾ പച്ചവെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ
ചൂടൊക്കെ പോയതിന് ശേഷം വേണം മക്കൾക്ക് കൊടുക്കാൻ. അപ്പോൾ പൂള ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് വന്നിട്ട് ഒരു സമാധാനമില്ല കേട്ടോ. നല്ലൊരു സ്മെല്ല്, എന്താ പറയുക, തിളച്ചപ്പോഴേക്കും വെന്തലിയണ ഒരു പൂളയാണ് കേട്ടോ. പൂള ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ്. അപ്പം അച്ഛങ്ങനെ പറയുന്നുണ്ട്, പൂള ബിരിയാണി ഉണ്ടാക്കിയാലോ, നാളെ നമുക്ക് നെയ്ച്ചോറും കടായിയൊക്കെ ഒഴിവാക്കിയാണ്ട് പൂള ബിരിയാണി ഉണ്ടാക്കിയാലോ, അത്രയും നല്ലതാണ് സംഭവം. അപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്തുനിന്ന് തന്നെ എന്താ പറയുക, ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കി അത് അപ്പം തന്നെ കഴിച്ചിട്ടോ. അങ്ങനെ അപ്പളും ഉപ്പളൊക്കെ ആയിട്ട് കുറേശ്ശെ അങ്ങനെ കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുപ്പത്ത് എന്തെങ്കിലും ഒരു സാധനം തിന്നുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ ചൂടോട് കൂടി ഒറ്റയ്ക്കല്ല, കുറേ ആൾക്കാരുണ്ടാവുമ്പോൾ അതിങ്ങനെ ഊതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഇട്ട് തിന്നുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും പൂളൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ വരുമ്പോൾ മീൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓല അങ്ങാടിക്ക് സാധനം വാങ്ങാൻ പോയതാണല്ലോ, അപ്പോൾ മീൻ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതാ ഏട്ടൻ വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ഉള്ളിയൊക്കെ തോലുളിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ നാളേക്കുള്ള ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചാൽ നമുക്ക് രാവിലെ എളുപ്പമുണ്ടല്ലോ, വേഗത്തിൽ പണികൾ ഒരുക്കാമല്ലോ. ഇതിപ്പോൾ രാവിലെ നിൽക്കുമ്പോഴേക്കും ഒരുപാട് സമയമാകും. അപ്പോൾ തലേന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ മീൻ കൊണ്ടുവന്നു. അപ്പോൾ മീൻ കണ്ടേക്ക് ചേച്ചി പറഞ്ഞു, നിങ്ങളിങ്ങനെ മീൻമ തന്നോളൂ, നിങ്ങൾ നന്നാക്കാനും വെക്കാനും തന്നാൽ അത് എളുപ്പമാകും, ഞങ്ങൾ ഉള്ളി തോലുളിക്കാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ ഏട്ടൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും മീനും കൊണ്ട് അകത്തേക്ക് പോന്നു. അപ്പോൾ ചേച്ചീൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. അച്ഛയും അമ്മയും കൂടിയും ഉള്ളിയൊക്കെ നേരെയാക്കാന്ന് പറഞ്ഞു. അപ്പോൾ മീൻ ഞങ്ങളോട് രണ്ടാളും കൂടി ശരിയാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് 1 കിലോൻ്റെ മേലുണ്ട് തോന്നുന്നു. എന്തായാലും അയിലയാണ്, പെട്ടെന്നുണ്ടല്ലോ നന്നാക്കി എടുക്കാൻ. അയിലയാവുമ്പോൾ എളുപ്പമാണ് കേട്ടോ നന്നാക്കാൻ. മത്തീനെ പോലെ ഒന്നല്ലല്ലോ, പെട്ടെന്നുണ്ട്, ചെളുക്കയും കാര്യങ്ങളൊന്നും കളയാനില്ല. അപ്പോൾ അകത്തുനിന്ന് തന്നെയാണ് ചെയ്യണത്, ആരും ഒന്നും വിചാരിക്കേണ്ട. ഇപ്പോൾ രാത്രി ആയില്ലേ, അപ്പോൾ ഇവിടെ രാത്രിയാവുന്ന സമയത്തൊക്കെ അകത്തുനിന്ന് തന്നെ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ പുറത്തേക്കൊക്കെ പോണത്. അപ്പോൾ ഏട്ടനും ഇതാ അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛനോടും അമ്മേനോടും ഇവിടുന്ന് അങ്ങോട്ട് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരവിടെ ഉമ്മർത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ, അപ്പോൾ ഇങ്ങോട്ട് പോന്നോളി എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. മക്കളൊക്കെ പിന്നെ അവിടെ റൂമിൽ കളിക്കണമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മീൻ നന്നാക്കിയപ്പോഴേക്കും ചേച്ചി ഉള്ളിയും അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ നേരെയാക്കിട്ടോ. അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ ആക്കിയെടുക്കാൻ. അപ്പോൾ കുറച്ച് കറി വെച്ചിട്ട് ബാക്കി വറക്കും ചെയ്യാന്നാണ് പറയണത്. അപ്പോൾ ഉച്ചയ്ക്ക് വെച്ച കുറച്ച് കറിയുണ്ട്, അതേറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ മക്കളിവിടെ എന്തോ ക്ലേ ഒക്കെ വെച്ചിട്ട് കളിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ പൂളയും മീനൊക്കെ ആയിട്ടോ, അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇത് ഏട്ടനും പിന്നെ ഏടത്തിയമ്മയാണ്. അപ്പോൾ ഒരു വൈകുന്നേര സമയത്ത് പണിയൊക്കെ എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. എന്നാലും ഞങ്ങൾ നിർബന്ധിച്ച് പൂളയും മീൻ കറിയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഓല അതൊക്കെ കഴിച്ച് ഒരപ്പം തന്നെ പോയി. പിന്നെ ഒരു വന്നപ്പോഴേക്കും നമ്മൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളി തോലുളിക്കലും അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചിയും പച്ചമുളകും എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ചെയ്തു കേട്ടോ. നമ്മൾ മീൻ നന്നാക്കിയത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഫ്രീ ആയ സമയം ഉണ്ടല്ലോ അതാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് എല്ലാം ചെയ്ത് വെച്ചു. പിന്നെ അതാക്കണേ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. ഏട്ടനും അച്ഛനും മക്കളൊക്കെ ഇരുന്ന് നീച്ചു. ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ മത്തൻ്റെലയും വെണ്ടയ്ക്കയും കൂടിയും താളിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക്. അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാനത് കണ്ടേന്നു. അപ്പോൾ പിന്നെ അത് കഴിച്ചില്ല, വൈകുന്നേരം തിന്നാൻ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ മക്കൾ ഓരോരുത്തർ ബാക്കിയാക്കിയതാണ്, അത് കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനായി തന്നെ എടുത്തത് കേട്ടോ. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് അത് ഒഴിവാക്കിക്കളി, വേറെ എടുത്തളി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ കുട്ടികൾ കഴിച്ചതല്ലേ. അപ്പോൾ നന്ദു കുറച്ച് ബാക്കിയാക്കിയിട്ടുണ്ട്, കണ്ണനും കുറച്ച് ബാക്കിയാക്കിയിട്ടുണ്ട്. കണ്ണനൊക്കെ നന്ദുവിന് പുഴുങ്ങിയതാണ് കൂടുതലും ഇഷ്ടം. കണ്ണൻ ഇങ്ങനെ ഉടച്ച് വെക്കണ ഉച്ചയ്ക്ക് ഞങ്ങൾ വന്നപ്പോൾ തന്നില്ലേ ആ ഒരു മഞ്ഞ കളറായിട്ട് അങ്ങനെ ആക്കണതാണ് ഓന് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഓന് അധികവും ചോറാണ് കഴിച്ചത്. അപ്പം ഇനി ഞാനും ചേച്ചിയും കൂടി ഇരിക്കാണ്ട് ബാക്കി എല്ലാവരും ഇരുന്നിട്ടുണ്ട്. പാറുവിനെ കഴിഞ്ഞപ്പോൾ നാളെ നേരത്തെ വിളിക്കേണ്ടതല്ലേ, അപ്പം എണ്ണയൊക്കെ തേച്ച് ഇരുത്തണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരോടൊക്കെ കിടക്കാൻ പറയണം. പക്ഷെ കിടക്കലൊക്കെ കണക്കാവും കേട്ടോ. എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് കിടക്കലൊക്കെ സാവകാശം ഉണ്ടാവുള്ളൂ. കിടന്ന് കഴിഞ്ഞാലും തന്നെ ഉറക്കം വരുന്നത് വരെ വർത്താനം തന്നെയാവും. അപ്പം അമ്മ അതാകണ അമ്മേൻ്റെ പൂളയും മീൻ കറിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് അമ്മ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കയും മത്തൻ്റെലയും ഇങ്ങനെ താളിക്കണ വീഡിയോ ഞാൻ കുറേ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ വീട്ടിൽ മത്തൻ്റെല ഇതുവരെ പറിച്ചിട്ടില്ല, പറിക്കാനായിട്ട് ഇതേപോലെ ചെയ്ത് കാണിക്കേണ്ട കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മളെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യണവരാണ്. അപ്പോൾ അവർക്കൊക്കെ നമ്മളെ റെസിപ്പീസ് ഒരുപാട് ഇഷ്ടമാണ്. അധികവും മസാലയും കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ട്രൈ ചെയ്യണവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറയലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. അതേപോലെ പൂളയും മത്തൻ്റെലയും പൂളയും മുരിങ്ങേൻ്റെലയും അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പം മസാലകൾ കൂടുതൽ ചേർത്ത് ഉണ്ടാക്കുന്ന കറികളെക്കാളും ഞങ്ങൾക്കൊക്കെ കൂടുതലും ഇഷ്ടം ഇങ്ങനത്തെ താളിപ്പുകളൊക്കെയാണ്.
അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടതാക്കണ ഉപ്പും മുളകും എന്നുള്ള ആ ഒരു സംഭവം കണ്ടിട്ടാണ് ഫോണിൽ അത് നോക്കിയിട്ടാണ് എല്ലാവരും ഭക്ഷണം കഴിക്കലുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴും ആ ഒരു സംഭവം തന്നെ ഏട്ടനവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താവും എന്നറിയില്ല, നമുക്ക് വല്ല കോപ്പി റൈറ്റും കിട്ടുമോ എന്നുള്ളത് പേടിച്ചിട്ട് പിന്നെ ആ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്തതാണ്. നമ്മളെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. വൈകുന്നേരം ചോറിനുള്ള സമയത്ത് നന്ദുവിനും അനുമോക്കൊക്കെ ആ ഉപ്പും മുളകും എന്നുള്ള ഒരു സീരിയൽ പോലെയാണല്ലോ, അത് യൂട്യൂബിൽ കണ്ടാലുള്ളൂ അവർക്ക് ചോറ് ഇറങ്ങും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചോറിനലൊക്കെ കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് കുറേ സമയം ഇരുന്നിട്ടുണ്ട് കേട്ടോ ചോറിനാൻ. ഈ ഒരു നേരത്തൊക്കെ 10:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴുകി ഓട്ടപാത്രത്തിൽ ഇട്ട് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം. രാവിലെ എന്തായാലും എടുക്കാനുള്ള സാധനമല്ലേ. അപ്പം ഞാനതൊക്കെ ഓരോന്നും അങ്ങനെ കഴുകി. പിന്നെ അതാ പച്ചമുളക് ഞെട്ടി കളഞ്ഞ് വെച്ചു, അതുപോലെ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില ഊരി വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നാക്കി, നാളികേരമൊക്കെ പൊട്ടിച്ച് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ എല്ലാവരും കിടക്കുന്ന സമയത്ത് നാളികേരമൊക്കെ അങ്ങനെ പൊട്ടിച്ചെടുക്കണ്ട വിചാരിച്ചിട്ട് വൈകുന്നേരം തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചതാണ്. പിന്നെ നാളെ രാവിലേക്ക് നമുക്ക് വെള്ളയപ്പത്തിന് അരി വെള്ളത്തിലിടാന്ന് പറഞ്ഞിട്ട് ചേച്ചീനോട്. അപ്പം എന്നോട് തന്നെ ഇടാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് വെള്ളയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ അരച്ച് വെക്കില്ല തലേന്ന്, പിറ്റേ ദിവസം അരച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കാമല്ലോ, അങ്ങനത്തെ വെള്ളയപ്പാണ്. അപ്പോൾ നാളികേരം ചേച്ചി ചിരകി തന്നു കേട്ടോ. അപ്പോൾ ഒരപ്പുറത്ത് പുറത്ത് അടുപ്പ് ഉണ്ടാക്കുകയാണ്. പിറ്റേ ദിവസം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കൽ പുറത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, കുറച്ച് കൂടുതൽ ഉണ്ടാക്കണ്ടേ. അപ്പോൾ പുറത്തോല് അടുപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അച്ഛയും അമ്മയും ഏട്ടനും ചേച്ചിയൊക്കെ കൂടിയിട്ട് അപ്പുറത്ത് അടുപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കാണാൻ വീഡിയോസൊക്കെ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ സച്ചമ്മോൻ ഷർട്ടൊന്നും ഇടാതെയിരുന്നു, അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒക്കെ കട്ടാക്കി കളഞ്ഞത്. അപ്പോൾ 18 വയസ്സ് കഴിയാത്ത മക്കൾ ഷർട്ട് ഇടാതെയൊക്കെ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. എപ്പോഴെങ്കിലും കിട്ടാതിരിക്കൂല. അപ്പോൾ അത് പേടിച്ചിട്ട് ഞാനതൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഇതാ ഞാൻ പച്ചരിയൊക്കെ വെള്ളത്തിലിടുകയാണ്. അപ്പോൾ പച്ചരി, നാളികേരവും ചോറും ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് അത് അരച്ചെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു റെസിപ്പി ഞാൻ ഒരുപാട് തവണ നമ്മളെ ചാനലിൽ കാണിച്ചതാണ്. അപ്പം ഞാൻ അവിടെ അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ ചേച്ചി ഇവർക്കൊക്കെ പായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കിടക്കയിൽ കിടക്കുന്നവർക്ക് കിടക്കയിൽ, താഴെ കിടക്കുന്നവർക്ക് താഴെ. അപ്പം നമ്മൾ എല്ലാവരും കൂടി ആകുമ്പോൾ എല്ലാവർക്കും ഒന്നും കട്ടിലുമേലും കിടക്കയിലും കിടക്കാൻ പറ്റൂലല്ലോ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ കൂടുതലും ഇഷ്ടം നിലത്ത് കിടക്കണത് തന്നെയാണ്. അപ്പോൾ ചേച്ചി എല്ലാവർക്കും വിരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഓരൊക്കെ കിടന്നാലുള്ളൂ നമുക്കൊരു സമാധാനം. അപ്പം ഞങ്ങൾ രാവിലെ ആദ്യം റവ ഉണ്ടാക്കിയാലോ എന്നൊക്കെ വിചാരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു വെള്ളയപ്പം ഉണ്ടാക്കുക എന്നുള്ളത്. നല്ലത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ മക്കൾക്ക് അന്നത്തെ ദിവസം വിശപ്പ് കൂടുതലാവും കേട്ടോ. അപ്പം അമ്മക്ക് വേറുള്ള പണികൾ എടുക്കുന്ന സമയത്ത് ഓലിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ പണി തന്നെയാവും. അപ്പോൾ രാവിലെ നേരെ നമ്മൾ ചായയും കടി ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ മുണ്ടാതെ അവിടെ ഇരുന്നോളൂ കേട്ടോ. അത് ഉണ്ടാവുമല്ലോ ഓലിക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാൻ. അത് വിചാരിച്ചിട്ടാണ് പിന്നെ വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാകണേ കുറച്ച് പട്ടാണിക്കടലുണ്ട്, പച്ചപ്പട്ടാണി ഉണ്ട്, കുറച്ച് വെള്ളക്കടലുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടിയും കണ്ടപ്പോൾ ഞാൻ ചേച്ചീനോട് ചോദിച്ചോന്നുമില്ല കേട്ടോ, ഞാനത് വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഫുള്ള് സ്വാതന്ത്ര്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ അടുക്കളയിൽ ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുക അതേപോലെയൊക്കെ എനിക്ക് ഇവിടെ വന്നാലും ചെയ്യുക. അതിനൊരു കുഴപ്പമില്ല കേട്ടോ. അവർക്ക് ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ രാവിലെ കുറുമക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ കടലയും കൂടിയാണ് വെള്ളത്തിലിട്ട് കേട്ടോ. ഓരോന്ന് ഉണ്ടാക്കാനില്ലേനും അപ്പോൾ രണ്ടും കൂടി കുറേശ്ശേ ഉള്ളല്ലോ, അതാണ് ചിലവാകും ചെയ്തോളൂ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ക്യാരറ്റും ഉള്ളിയും കിഴങ്ങൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറുമക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോയാബീൻ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സോയാബീൻ ഉണ്ടെങ്കിൽ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് തട്ടിക്കൂട്ടി ഒരു കുറുമക്കറി ഉണ്ടാക്കാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇനി ചേച്ചി ചോദിക്കുക രാവിലേക്ക് നാളികേരമൊക്കെ ചിരകി വെക്കണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വേണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ എന്തായാലും കുറച്ച് നേരത്തെ നീക്കിയല്ലോ, ആ സമയത്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ പിന്നെ നാളികേരം ചിരകിയത് നമ്മളെ വെള്ളയപ്പത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ പാത്രങ്ങൾ കുറേ അമ്മ കഴുകാൻ കൂടിയിരുന്നു കേട്ടോ. അമ്മയും ചേച്ചി ഞാനും ഞങ്ങൾ 3 ആളും കൂടി ആയിട്ടാണ് ഒക്കെ അങ്ങനെ കുറേശ്ശെ അങ്ങനെ കഴുകി വെച്ചു. കഴുകലൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ നീച്ച് വരുമ്പോൾ നല്ലൊരു ഉഷാറായിരിക്കും കേട്ടോ. നമുക്ക് പണികൾ എടുക്കാനേ തോന്നുള്ളൂ. നേരെ മറിച്ച് നമ്മളിതൊന്നും ചെയ്യാതെ പോയി കിടന്നിട്ട് രാവിലെ നീച്ച് വരുമ്പോൾ ആകെ കൂടെ ഒരു പ്രാന്ത് കടിക്കും കേട്ടോ. ഒരുപാട് പണികൾ ഉണ്ടാവും ചെയ്യും. പിന്നെ ഇതൊക്കെ കൂടെ കാണുമ്പോൾ ആകെ പ്രാന്താവും. അപ്പോൾ നമ്മൾ വൈകുന്നേരം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം ചെയ്ത് വെക്കുക. അപ്പോൾ അതാ ഞങ്ങൾക്ക് കിടക്കാനായിട്ടുണ്ട്. 11 മണിയൊക്കെ ആയി സമയം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ വെയിറ്റിംഗ് ആണ് നാളത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്നറിയാം. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്